പറയലുണ്ട്. അതൊരു സാധാരണ നേതാവല്ലാത്തതിനാൽ അവിടുന്ന് പറഞ്ഞു മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫർദ് അലൈഹിസ്സലാം. എനിക്ക് നിങ്ങൾ എവിടുന്ന് സലാം പറഞ്ഞാലും ആ സലാം മടക്കാനുള്ള സംവിധാനം എനിക്ക് എന്റെ റബ്ബ് തരും. എന്റെ റൂഹിനെ മടക്കി തന്നിട്ടുണ്ടാകും. ഞാൻ നിങ്ങളെ സലാം മടക്കും. ഉമ്മത്തുകളെ എല്ലാവരും എഴുന്നേറ്റൊരു സലാം ചൊല്ലിക്കുക. നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. എന്നാൽ നിർബന്ധമായ സലാമാണ് നിസ്കാരത്തിൽ പറയുന്ന സലാം. അതും കൂടി ഉൾക്കൊള്ളുന്ന നിസ്കാരം. ആ നിസ്കാരം മുറക്ക് നിർവഹിക്കാതെ ദുഹ്ർ ഖളാക്കിയാൽ ഏത് കല്യാണത്തിന്റെ തിരക്കിലാണെങ്കിലും ഉമ്മമാരെ, ഏത് പരിപാടിയുടെ തിരക്കിലാണെങ്കിലും ചെറുപ്പക്കാരെ, നിസ്കാരം ഖളാക്കിയാൽ നമ്മൾ അല്ലാഹുവിങ്കിൽ നിന്നകന്നുപോയി പടച്ച റബ്ബിലേക്ക് നമ്മളെ പിടിച്ചുകൊണ്ടുപോകേണ്ടുന്ന, നമുക്കെല്ലാം വാങ്ങിത്തരേണ്ടുന്ന, എന്തിനധികം പറയണം, അന അവ്വലു മൻ യുഹർരികു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് കുലുക്കി ഉദ്ഘാടനം ചെയ്ത് സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം നൽകേണ്ടുന്ന ഹബീബായ നബിതങ്ങൾക്ക് സലാം പറയാൻ അല്ല പറഞ്ഞ സമയത്ത് സലാം പറയാതെ കിടന്നുറങ്ങിയാൽ, ചുറ്റിക്കറങ്ങിയാൽ, കല്യാണം നടത്തിയാൽ, സമ്മേളനം നടത്തിയാൽ ഹബീബായ നബിതങ്ങളുമായി നമ്മൾ അകന്നുപോയില്ലേ? അതുകൊണ്ട് ഒരൊറ്റ നേരത്തെ നിസ്കാരം ജീവിതത്തിൽ ഖളാക്കുകയില്ലെന്ന് ഉറപ്പിക്കണം. അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യണം. ഇത് പറഞ്ഞുകൊണ്ട് റബ്ബ് പറയുകയാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. സർവ ശരീരങ്ങളും മരണത്തെ രുചി നോക്കുന്നതാണ്. ഇവിടെ ഒരു രാജാവും ബാക്കിയാകൂല, ഒരു മുസ്ലിയാരും ബാക്കിയാകൂല. വഅദ് പറയുന്ന മുസ്ലിയാരല്ലേ, എല്ലാവരും സ്വാഗതം ഇങ്ങനെ പറയുകയല്ലേ. പക്ഷെ ഈ മുസ്ലിയാര് ബാക്കിയാകൂല. പ്രസിഡന്റും സെക്രട്ടറിയും ഖജാഞ്ചിയും മെമ്പറും ജനറൽ ബോഡി മെമ്പറും അതേ ലോകത്തൊരാളും ബാക്കിയാകൂല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. സർവ മനുഷ്യരും മരണത്തെ രുചി നോക്കുന്നവരാണ്. സുമ്മ ഇലൈനാ തുർജഊൻ. മുഴുവൻ ആളുകളെയും പിന്നെ നമ്മളിലേക്ക് മടക്കപ്പെടും നബിയേ. അങ്ങനെ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടണം എന്ന ആഗ്രഹത്തോടെ മരണത്തെ സ്വാഗതം ചെയ്യുന്ന ചില മഹാന്മാരുണ്ട്. ആ മഹാന്മാരായ ആളുകളെ കുറിച്ച് ഹബീബായ നബി തങ്ങൾ പറയുന്നു, ബുശ്റ ബിറിദ്വാനില്ലാഹി വകറാമതിഹി. പടച്ചവന്റെ പൊരുത്തം കൊണ്ടും അല്ലാഹു കൊടുക്കുന്ന കറാമത്ത് കൊണ്ടും മരിക്കുന്ന സമയത്ത് അവർക്ക് സന്തോഷം അറിയിക്കപ്പെട്ടു പോയി. മരണശേഷവും അവർക്ക് കറാമത്ത് തന്നെ, ബഹുമതികൾ തന്നെ, സ്ഥാനമാനങ്ങൾ തന്നെ. മരിച്ചാൽ കഴിഞ്ഞു എന്ന വിശ്വാസം അബൂജഹലിന്റെ വിശ്വാസമാണ്. അതാരും ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തെ വിവരക്കേട് കൊണ്ട് ആരും ചോദ്യം ചെയ്യണ്ട. പക്ഷേ ഒരാൾ തെറ്റിദ്ധരിച്ച് സുന്നത്ത് ജമാഅത്ത് നിന്ന് പുറത്തു പോയാൽ അവരെ ശപിക്കലല്ല പണ്ഡിതന്മാരെ കർത്തവ്യം, അവരെ ചീത്ത പറയുകയല്ല പണ്ഡിതന്മാര് ചെയ്യേണ്ടത്. അവർ അത്വിബാഉൽ ഖുലൂബ്, അറിവില്ലാത്തതിന്റെ പേരിൽ വഴിപിഴച്ചു പോയ കക്ഷികൾക്ക് അതാ ഡോക്ടർമാര് ക്ഷമിച്ച് സഹിച്ച് മരുന്ന് കൊടുക്കുന്നത് പോലെ തെറ്റിദ്ധരിച്ചവർക്ക് ഇൽമ് പറഞ്ഞുകൊടുത്ത് സൗമ്യമായി വിഷയം പറഞ്ഞുകൊടുത്ത് അവരെ നന്നാക്കി എടുക്കുകയാണ് വേണ്ടത്. അതാണ് കർത്തവ്യം. സുബ്ഹാനല്ലാഹ്.
ഞാൻ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് ഇറങ്ങുമ്പോ പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ച സംഖ്യ തന്നു. ഞാൻ ആരോടും ചോദിച്ചതല്ല, ചോദിക്കുകയില്ല. ഇവിടത്തേക്കല്ലേ സംഭാവന ചോദിക്കേണ്ടത്? കുറ്റ്യാടിയിലേക്ക് സംഭാവന ചോദിക്കാനാണോ ഈ പരിപാടി? പക്ഷേ വരുമ്പോൾ നേർച്ച തന്നു. അതെന്നെ വക്കാലത്താക്കിയതാണ്. അവരവിടെ വന്ന് തരേണ്ടതാണ്. അത് ഞാൻ കീശയിലിട്ടു. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ജനങ്ങൾ സിറാജുൽ ഹുദക്ക് നേർച്ച ചെയ്തത്? 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിച്ചു പോയ ജനങ്ങൾ. ഒരൊറ്റ പള്ളിയിലും അറബിയിൽ ഖുത്ബയില്ല, ഒരൊറ്റ പള്ളിയിലും തറാവീഹ് 20 ഒരു സ്ഥലത്തും മരിച്ച വീട്ടിൽ ഖുർആനോത്തില്ല, ദുആ ഇല്ല, ഭക്ഷണം കൊടുക്കലില്ല. അവിടെ ഒരു 5 പൈസയും ശമ്പളം വാങ്ങാതെ അവിടെ പോയി ദിവസങ്ങളോളം വയലു പറഞ്ഞ് ആ സാധാരണക്കാരെയും ചീത്ത പറഞ്ഞിട്ടില്ല, തെറി പറഞ്ഞിട്ടില്ല, ശപിച്ചിട്ടില്ല. അവർക്ക് തെളിവുകൾ പറഞ്ഞു കൊടുത്തപ്പോൾ അൽഹംദുലില്ലാ 11 മഹല്ലുകളിലും പള്ളി ഉണ്ടാക്കി, 11 മഹല്ലുകളിലും മദ്രസയുണ്ടാക്കി. മദ്രസ നിറയെ ആളുകളാണ്. ഇന്നും എന്നെ അബ്ദുള്ള ഹാജി വിളിച്ചു. അബ്ദുള്ള ഹാജി അദ്ദേഹം ചെറിയ കുമ്പളം എന്ന് പറഞ്ഞ സ്ഥലത്ത് കമ്മിറ്റിയുടെ ഭാരവാഹിയാണ്. അവിടുത്തെ മുസ്ലിം ലീഗിന്റെയും ഭാരവാഹിയാണ്. സിറാജുൽ ഹുദയുടെ പള്ളിയുടെയും ഭാരവാഹിയാണ്. മണ്ണബ്ദുള്ള എന്ന് അയാളെ പറയാം. മണ്ണിന്റെ പണിയെടുക്കാറുണ്ടായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അബ്ദുള്ള ഹാജി അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, പള്ളിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് വികസിപ്പിക്കാൻ വേണ്ടി അവിടെ കുറച്ച് കൂട്ടിയെടുക്കാൻ വേണ്ടി എങ്ങനെ കൂട്ടിയെടുക്കേണ്ടത് എന്ന് ഇന്നും എന്നെ വിളിച്ച് ചോദിച്ചു. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്